ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ജുപ്പിറ്റർ BS6 125. ഓക്കെ, ഇതിൻ്റെ ചെറിയൊരു ട്രിക്ക് ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളത് ആ പ്രശ്നം ഇതിൽ കാണിച്ചുതരാം. നമ്മൾ ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു റിയർ ഷോക്കിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോൾ എങ്ങനെ സൗണ്ട് വരുത്തുക, റിവേഴ്സ് അടിക്കുന്ന സൗണ്ട് വരത്തില്ല, സെയിം അതേ കംപ്ലൈൻ്റാണ് ഇതിലുള്ളത്. ചെറിയൊരു സാധനം പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് 2-3 വർഷം പോയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവരെല്ലാവരും പറഞ്ഞതെന്ന് പറയുമ്പോൾ റിയർ ഷോക്ക് മാറ്റേണ്ടതാണെന്ന് പറഞ്ഞത്. അതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ അയച്ചു നോക്കുമ്പോഴത്തേക്ക് ഷോക്കിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല, ഫ്രണ്ട് ഷോക്ക് കംപ്ലൈൻറ്റ് കാണുന്നില്ല. ഇതിന് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ആകെ ഒരു 10-30 റുപ്യേൻ്റെ പണിയേ ഉള്ളൂ. ഒരു 20-30 റുപ്യേൻ്റെ ഒരു സാധനം പോയിട്ടേ ഉള്ളൂ. കാണിച്ചുതരാം. നമ്മൾ ഈ അടിയിലത്തെ ഫൗണ്ടേഷൻ ഈ ഹാങ്കർ കാണുന്നുണ്ടോ? കാണുന്നറിയില്ല, നോക്കട്ടെ. ഈ ഹാങ്ങർ കാണുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു റബ്ബർ വേണം, ഒരു ചെറിയ ഹോൾ കാണുന്നത്. ഇവിടെ ഒരു റബ്ബർ വേണം. ഈ റബ്ബർ ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടി അമ്പല കയറി വീണ ദിവസം ഇവിടെ ഈ ചേച്ചിന് അടിക്കുന്നു. കാണിച്ചുതരാം. ഓക്കെ, മതി. കണ്ട, അത് കൂടാണ്ട് ഈ ഇതിൻ്റെ ബുഷ് കൂടെ മാറ്റേണ്ടി വരും. ആ റബ്ബർ മാറ്റുമ്പോൾ ഈ ബുഷ് കൂടെ മാറ്റണം. ഈ ബുഷ് ഏകദേശം മാറ്റാണ്ട് ഇപ്പോൾ കാണിച്ചെന്ന് വേണ്ട. ഇതാകെ ഒരു ചെറിയൊരു പണിയേ ഉള്ളൂ. പക്ഷേ ഇവർ കസ്റ്റമർ കുറേ സ്ഥലത്ത് കൊണ്ടുപോയി, ലാസ്റ്റ് കമ്പനിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞതേ അറിയില്ല എനിക്ക്. പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞത് 2-3 വർഷം കൊണ്ടുപോയി കാണിച്ചു, കംപ്ലൈൻറ്റ് ശരിയായിട്ടില്ല. പിന്നെ ലാസ്റ്റ് കമ്പനിയിൽ കൊണ്ടുപോയി അവർ ഓടിച്ചു നോക്കി പറഞ്ഞ് പിന്നെ കുറച്ച് പണിയുണ്ട്, വണ്ടി വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ആൾ നേരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അയാളുടെ റബ്ബർ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അടിയിലത്തെ റബ്ബർ ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.